ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഞാൻ ഇന്ന് വർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ വർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഈ സമയത്ത്, കറണ്ട് എനർജി ഈ സമയത്ത് എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി 5 ഓഫ് കപ്സ് ആണ്. ഇത് ഈ സെയിം എനർജി ആക്ച്വലി എൻ്റെ ഇംഗ്ലീഷ് റീഡിംഗ് ചാനലിലും സെയിം കാർഡാണ് വന്നത്. പക്ഷെ ഞാൻ വേറൊരു ഡെക്കായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും ഇങ്ങനെ തന്നെ എനർജി വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് റീഡിംഗ് കേൾക്കാൻ താല്പര്യമില്ല വെച്ചാൽ ആ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡീഷണൽ മെസ്സേജസ് കിട്ടും. അപ്പോൾ 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ആൻഡ് മൂൺ ഇവിടെ ഉണ്ട്. അപ്പോൾ ക്യാൻസർ എനർജി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ വർഗോ ഞാൻ കാണുന്നത് ഇവിടെ ഈ പേഴ്സൺ ഈ സമയത്ത് കുറേ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ്സ് വെക്കുകയാണ്. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത്. പക്ഷെ അത് കാണിക്കുന്നില്ല, ഓപ്പൺ ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ കുറേ ഒരു ഹേർട്ട് ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയും കൂടിയില്ല ഈ പേഴ്സൺ എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന്. പക്ഷെ ഈ പേഴ്സൺ കുറേ ഡീപ്ലി ഇമോഷണലി ഈ സമയത്ത് എഫക്റ്റഡ് ആണെന്നാണ് ഞാൻ കാണുന്നത് ഇവിടെ. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി 5 ഓഫ് വാൻഡ്സ് ആണ്. എഗൈൻ ഇംഗ്ലീഷ് ചാനലിലും ഇതന്നെയായിരുന്നു കാർഡ്, നിങ്ങളുടെ ഫസ്റ്റ് കാർഡായിട്ട്. അപ്പോൾ ആ റീഡിങ് ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക. എന്നുവെച്ചാൽ അവിടെയും നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. സെയിം മെസ്സേജസ് ആണ് പറയണത്, പക്ഷെ വേറെ വേറെ ഡെക്കായിട്ടാണ് പറയണത്. അപ്പോൾ അത് ഒരു ഒരു സ്പെഷ്യൽ മാതിരി ഒരു റീഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് എസ്പെഷ്യലി ആർക്കോ വേണ്ടിയിട്ടൊരു മെസ്സേജാണ്, ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. അപ്പോൾ 5 ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങളുടെ എനർജി. ഇവിടെ ഒരു നിങ്ങളുടെ ഇടയ്ക്ക് രണ്ടാളുടെയും ഇടയ്ക്ക് ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഓറൽസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് ഈ ഇൻ്റർഫിയറൻസ് കാരണമാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരുന്നു. ഞാൻ കാണുന്നത് നിങ്ങൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ വാക്ക് അവേ ചെയ്തിരിക്കണു. അപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച് ആയിരിക്കണു നിങ്ങൾ രണ്ടാളും. അപ്പോൾ ഈ പേഴ്സണ് എന്താണ് ഈ മൂൺ എനർജി, എന്താണ് അവർക്ക്, അവരുടെ ഇഷ്യൂ എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കറണ്ട് ഫീലിങ്സ്. അവർ കുറേ ഇംബാലൻസ് ആണ് ഫീൽ ചെയ്യണത് ഈ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ടോറസ് എനർജി. മേ ബി ഈ പേഴ്സൺ ഒരു ടോറസ് ആയിരിക്കാം, ഓറൽസ് അവർ ഒരു ടോറസിൻ്റെ കൂടെ ആയിരുന്നു ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അവർക്ക് ജോലി ആൻഡ് പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഫൈറ്റ്സ് ഉണ്ടാവുണ്ടായിരുന്നത്. അതല്ലാച്ച ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടായിരുന്നു, അവരെയായിരുന്നു കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യണത് ഈ സമയത്ത്? ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? ക്വീൻ ഓഫ് കപ്സ് ആണ് ഇവിടെ. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട് എപ്പോഴും. പക്ഷേ ഇവിടെ ഒരു ബിട്രിയൽ മാതിരി ഒരു എനർജി ഉണ്ട്. അപ്പോൾ ലവ് ഉണ്ടായാലും നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളെ ബിട്രേ ചെയ്തു എന്നാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? അവരൊരു മെസ്സേജ് നിങ്ങളെ അയക്കും, ഒരു ഓഫർ തരും, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരൊരു പുതിയ സ്റ്റാർട്ട് അവർക്ക് വേണം എന്ന് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും. ഇതൊരു ലോങ് ടേം ഡിസിഷൻ ആണ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ ഓഫറാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഏറ്റവും വലിയ ബ്ലോക്കേജ്? ഇവിടെ ബ്ലോക്കേജ് എന്താ വെച്ചാൽ ഒരു പേഴ്സൺ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു, കുറേ ഒരു പ്ലെയർ ടൈപ്പ് ഓഫ് എനർജിയിലായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായില്ല.
ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല, വേറെ ആൾക്കാരും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഈ പേഴ്സൺ അതിനൊക്കെ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി മെസ്സേജ് ചെയ്യും, ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 7 ഓഫ് കപ്സ് ആണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഈ സമയത്ത് മേ ബി നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത് ഒരു ഐഡിയലിസ്റ്റിക് അപ്രോച്ചിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഷുവർ അല്ലാത്തതുകൊണ്ടും ഒരു ക്ലിയർ ആയിട്ടല്ല ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ടേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്വൈസ് ഇവിടെ തരണത്. ആ ഫിറ്റ് ഓഫ് മൂമെൻറ്റിൽ നിങ്ങൾ യെസ് ഓർ നോ പറഞ്ഞാൽ അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണച്ച ഒരു കൗൺസിലറിനോടും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മതി ഒരു റിപ്ലൈ തരിക. ഓറേൽസ് ഇവിടെ വേറൊരു ഫ്രണ്ട് ഉണ്ടാവും, അവരൊരു പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ്, ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ് തരുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ് വെച്ചാൽ അവരുടെ അഡ്വൈസ് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അങ്ങനെ ഡിസൈഡ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ തോട്ട്സ് അല്ല, ഇവിടെ കുറേ ഒരു ഇറാഷണൽ തോട്ട്സ് ആണ്. 3 ഓഫ് വാൻഡ്സ്, വെയിറ്റ് ആൻഡ് വാച്ച് ആണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. ഇമ്മീഡിയറ്റ്ലി ചാടി മെസ്സേജ് ചെയ്യാൻ പോകണ്ട, ഓരോ റിപ്ലൈ ചെയ്യാൻ പോകണ്ട. ഇവിടെ ഒരു കംപ്ലീഷൻ ഉണ്ട്, നിങ്ങളൊരു നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിലേക്കാണ് പോണത്. ആൻഡ് ഇതൊരു വലിയ ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോണത്. അപ്പോൾ വെരി സൂക്ഷിച്ചിട്ട് മെസ്സേജ് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? നൈറ്റ് ഓഫ് പെൻട്രിക്കിൾസ്. അപ്പോൾ അഗൈൻ ഔട്ട്കമും വെരി സ്ലോ മൂവിങ് എനർജിയാണ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. മിക്കവാറും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഈ റിലേഷൻഷിപ്പിൽ, ആദ്യം എഫേർട്ട് ഇടാൻ അത്ര നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ യൂണിവേഴ്സ് പറയണത് ടേക്ക് ഇറ്റ് സ്ലോ. നിങ്ങൾ ഉടനെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് സമയം എടുത്തിട്ട് ഡിസിഷൻ എടുക്കണം വെച്ചാൽ അങ്ങനെ ആണ് ബെസ്റ്റ് ഇവിടെ അഡ്വൈസ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ എന്താ ടോക്സിക് എനർജി ഇല്ല വെച്ചാൽ അതൊക്കെ പുറത്തു വരും ഒരു സമയത്ത്, അത് എക്സ്പോസ് ആവും. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയും, നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ സൂക്ഷിച്ചു വേണം ഈ ഡിസിഷൻ എടുക്കാൻ. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വേറെ ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. മേ ബി ആ തേർഡ് പാർട്ടി ആയിരിക്കും. പക്ഷെ എന്തായാലും ഇവിടെ വെരി സൂക്ഷിച്ചിട്ട് വേണം കുറേ ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ അതാണ് വെർഗോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.